5 തരത്തിലുള്ള പ്രത്യാഹാര മാർഗങ്ങളുണ്ട്. അതിൽ 5ാമത്തെ മാർഗത്തിൽ നമ്മൾ കണ്ടു നാഡീമാർഗേഷു വായുമാരോപ്യ നിരോധനം എന്ന്. അതായത് നാഡീമാർഗങ്ങളിൽ വായുവിനെ പ്രാണനെ ആരോപിച്ചിട്ട് നിർത്തിയിട്ട് നിരോധിക്കുക എന്നുള്ളത്. അപ്പോൾ അതിൽ ഈ എന്ന് പറയുമ്പോൾ നാഡീമാർഗങ്ങൾ, നാഡികൾ എന്ന് പറയും. ഈ നാഡീമാർഗങ്ങളിലൂടെ വായുവിനെ നിർത്തിക്കുക. അപ്പോൾ നാഡി എത്ര തരത്തിലുണ്ട് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ വൈഖാനസ സമ്പ്രദായത്തിൽ, വൈഖാനസ യോഗത്തിൽ 14 തരത്തിലാണ് നാഡികളുള്ളത്. അതേതാണ് എന്ന് നമുക്ക് നോക്കാം. ഇത് വിമാനാർച്ചനാകൽപ്പത്തിലെ 92ാമത്തെ പടലത്തിലാണ് ഇതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ളത്. 92ാമത്തെ പടലത്തിൽ കന്ദോദ്ഭൂതാനി 270 നാഡ്യ. കന്ദത്തിൽ നിന്നും ഉത്ഭൂതമായിട്ടുള്ള 270 270 എന്ന് പറഞ്ഞാൽ 140 സഹസ്രം, 1000, 1,40,000 നാഡികൾ. താസു മുഖ്യ 14. അവയിൽ ഈ ഇത്രയും നാഡികളിൽ മുഖ്യകളായിട്ടുള്ളത് 14 നാഡികളാണ്. അവയുടെ നാമങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഇട, പിംഗള, സുഷുമ്ന, സരസ്വതി, വാരുണി, പൂഷ, ഹസ്തിജിഹ്വ, യശസ്വിനി, വിശ്വോദര, കുഹു, ശംഖിനി, പയസ്വിനി, അലംബുഷ, ഗാന്ധാരീതി. ഇങ്ങനെ 14 എണ്ണമാണ് നാഡികളുടെ സംഖ്യ. ആസാമാദൗ തിസ്രാഹ മുഖ്യാഹ. ഈ 14 എണ്ണത്തിൽ ആദ്യം പറഞ്ഞ 3 എണ്ണമാണ് മുഖ്യകളായിട്ടുള്ളത്. അതേതൊക്കെയാണ്? ഇട, പിംഗള, സുഷുമ്ന, ഈ 3 എണ്ണം. തിസൃഷു സുഷുമ്നൈവ പ്രധാന. ഈ 3 എണ്ണത്തിൽ സുഷുമ്നയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ സുഷുമ്നയ്ക്ക് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, സുഷുമ്ന പ്രധാന, വ്യക്ത, വൈഷ്ണവി, സാത്വികി, മുക്തിമാർഗ ഇതി വിദ്വദ്ഭി കഥിതാഹ. വിദ്വാൻമാർ ഈ സുഷുമ്നയെ ഈ പറഞ്ഞ നാമങ്ങളിലൂടെ വ്യവഹരിക്കുന്നു, പറയുന്നു. വിദ്വാൻമാർ ഈ പറഞ്ഞ സുഷുമ്ന നാഡിക്ക് ഈ പറയുന്ന പേരുകളൊക്കെ പറയുന്നു. അത് പ്രധാനയാണ്, വ്യക്തയാണ്, വൈഷ്ണവിയാണ്, സാത്വികി നാഡിയാണ്, മുക്തിമാർഗയുമാണ്. ഇതാണ് നാഡികൾ. ഇനി ഈ യോഗസാധനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു കാര്യങ്ങളാണ് പ്രാണൻ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം. പ്രാണൻ ഓരോ ഗ്രന്ഥങ്ങളിലും പല രീതിയിലാണ് പ്രാണനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. ഈ ഗ്രന്ഥത്തിൽ 10 തരത്തിലാണ് പ്രാണനെ, 10 പ്രാണന്മാരാണ്, 10 പ്രാണന്മാരെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് വളരെ പ്രശസ്തമായിട്ടുള്ള നമുക്ക് യോഗശാസ്ത്രം നോക്കിയിട്ടുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാവുന്നത് തന്നെയാണ്. അത് 93ാം പടലത്തിലാണ് ഈ പ്രാണന്മാരെ പറ്റി പറഞ്ഞിട്ടുള്ളത്. അതൊന്നും നമുക്ക് നോക്കാം. അഥ ഏതാസു നാഡീഷു പ്രാണാപാന വ്യാനോദാന സമാന നാഗകൂർമ്മ കൃകര ദേവദത്ത ധനഞ്ജയാഹ ഇതി 10 വായവഃ സഞ്ചരന്തി. ഈ പറഞ്ഞ 14 നാഡികളിൽ, പ്രധാനപ്പെട്ട 14 നാഡികളിലൂടെ 10 പ്രാണന്മാർ സഞ്ചരിക്കുന്നു. അതേതൊക്കെയാണ്? പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ, നാഗൻ, കൂർമ്മൻ, കൃകരൻ, ദേവദത്തൻ, ധനഞ്ജയൻ. ഇങ്ങനെ 10 തരത്തിലാണ് പ്രാണന്മാരെ വിഭാഗീകരിച്ചിട്ടുള്ളത്. തേഷു പ്രാണാദേഹ പഞ്ചവായവോ മുഖ്യാഹ. ഈ പറഞ്ഞവയിൽ പ്രാണാദികളായിട്ടുള്ള ആദ്യത്തെ 5 വായുക്കളാണ് മുഖ്യന്മാർ. എന്ന് പറഞ്ഞാൽ പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ. പ്രാണാപാന വ്യാനോദാന സമാനന്മാർ, ഇവരാണ് മുഖ്യന്മാർ.
തേഷു പ്രാണാപാനവും മുഖ്യവും. ആ മുഖ്യന്മാരിൽ പ്രാണനും അപാനനുമാണ് കുറച്ചും കൂടെ മുഖ്യന്മാർ. ഏതയോഹോ പ്രാണ ഏവ മുഖ്യ. ആ രണ്ടെണ്ണത്തിൽ പ്രാണനും അപാനനിലും പ്രാണനാണ് മുഖ്യൻ. ഇത്രയും ആണ് പ്രാണനെ പറ്റിയിട്ട് ഉള്ളത്. ഈ പ്രാണനെ പറ്റിയിട്ടും നേരത്തെ പറഞ്ഞ നാഡികളുടെ ഒരു ശരീരത്തിലെവിടേക്കാണത് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതും ഈ പ്രാണന്മാരും ഇതിൻ്റെയൊക്കെ ലക്ഷണങ്ങൾ എന്താണ് എന്നുള്ളതും എല്ലാം വിമാനാർച്ചനാകൽപ്പം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ വളരെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ആഗ്രഹമുള്ളവർക്ക്, താല്പര്യമുള്ളവർക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ഇനി നമുക്ക് നമ്മളുടെ അഷ്ടാംഗയോഗമായിരുന്നു അഷ്ടാംഗയോഗത്തെ പറ്റിയിട്ടായിരുന്നു നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ പ്രത്യാഹാരം വരെ പറഞ്ഞു. ഇനി ധാരണ എന്ന് പറയുന്ന അംഗത്തിനെ പറ്റിയിട്ട് മനസ്സിലാക്കാം. ധാരണ എന്ന് പറയുന്നത് 8 തരത്തിലാണ്, 8 വിധത്തിലാണ് ധാരണ ചെയ്യേണ്ടത്. അതേതൊക്കെയാണ്? ഒന്നാമത്തേത് ആത്മനി യമാതി ഗുണയുക്ത മനസാസ്ഥിതി എന്ന് പറഞ്ഞാൽ യമാതി ഗുണങ്ങളോട് കൂടിയ മനസ്സിനെ ആത്മാവിങ്കൽ യോജിപ്പിക്കുക. ഇതാണ് ആദ്യത്തെ ധാരണ. യമാതി ഗുണങ്ങളോട് കൂടിയ മനസ്സിനെ ആത്മാവിങ്കൽ യോജിപ്പിക്കുക. മനസ്സിനെ ആത്മാവിങ്കൽ യോജിപ്പിക്കുക. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതെല്ലാം ഒരു ഉത്തമ ഗുരുവിൽ നിന്നും കേട്ട് മനസ്സിലാക്കി ഗ്രഹിക്കേണ്ടതാണ്. ഈ ശാസ്ത്രഗ്രന്ഥം പറഞ്ഞിട്ടുള്ളത് ചില ടെക്നിക്കൽ ടേംസിലൂടെയാണ് ഈ ശാസ്ത്രഗ്രന്ഥം പറഞ്ഞിട്ടുള്ളത്. അത് എന്താണ് എന്നുള്ളത് അതൊരു ഉത്തമ ഗുരുവിൽ നിന്നും മനസ്സിലാക്കേണ്ടതാണ്. യമാതി ഗുണങ്ങളോടുകൂടിയ മനസ്സിനെ ആത്മാവിങ്കൽ യോജിപ്പിക്കുക. അതാണ് ആദ്യത്തെ ധാരണ. രണ്ടാമത്തേത് ഹൃത്പത്മാന്തരാകാശേ ബാഹ്യാകാശേ ച ധാരണം. ഹൃത്പത്മാന്തരാകാശേ ബാഹ്യാകാശേ ധാരണം എന്ന് പറഞ്ഞാൽ ഹൃത്പത്മാന്തരാകാശത്തിങ്കലും എന്ന് പറഞ്ഞാൽ ഹൃദയത്തിങ്കലും ബാഹ്യാകാശത്തിങ്കലും പുറത്തും മനസ്സിനെ ധാരണ ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ രീതിയിലുള്ള ധാരണ. മൂന്നാമത്തേത് എന്ന് പറഞ്ഞാൽ മൂന്നാമത്തത് മുതൽ പൃഥിവ്യാദി മഹാഭൂതേഷു പഞ്ചസു ദേവാനാം പഞ്ചധാരണാനി എന്ന് പറഞ്ഞാൽ പൃഥ്വി തുടങ്ങിയ 5 മഹാഭൂതങ്ങളിൽ തത്തദധിപതികളായ ദേവന്മാരുടെ ധാരണ. അത് 5 രീതിയിൽ ധാരണ. അതായത് പൃഥ്വി, അപ്പ്, തേജസ്, വായു, ആകാശം. ഈ 5 മഹാഭൂതങ്ങൾക്കും 5 ദേവതകളുണ്ട്. ഈ 5 ദേവതകളിൽ ഈ 5 മഹാഭൂതങ്ങളെ ധാരണ ചെയ്യുക. അത് 5 തരത്തിലുള്ള ധാരണകളാണ്. അതാണ് ഇപ്പോൾ 2 എണ്ണം കഴിഞ്ഞു, ഈ 5 എണ്ണം കഴിഞ്ഞാൽ അങ്ങനെ 2, 5, 2, 7 രീതിയിലുള്ള ധാരണ. അത് കഴിഞ്ഞാൽ അവസാനത്തെ എട്ടാമത്തെ ധാരണ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഹൃത്പത്മമധ്യേ പരമാത്മാനന്ദ വിഗ്രഹ ധാരണം. ഹൃദയപത്മമധ്യത്തിങ്കൽ പരമാത്മാവിൻ്റെ വിഗ്രഹത്തിൻ്റെ ധാരണ. അതായത് നമ്മളുടെ ഹൃദയപത്മത്തിൽ പരമാത്മാവിഗ്രഹത്തിൻ്റെ ധാരണ. ഇങ്ങനെ 8 രീതിയിലാണ് ഇതിൽ ധാരണാ പ്രക്രിയകളെ കൊടുത്തിട്ടുള്ളത്. ഈ ധാരണകളെ പറ്റി പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഏതാം ധാരണാം നിയമാതി സംയുക്ത നിത്യമാചരേത്. ഈ പറഞ്ഞ ധാരണയെ നിയമാതി സംയുക്ത നിയമാദികളോടുകൂടി നിത്യം ആചരേത്, നിത്യവും ആചരിക്കണം. ഇത് നിത്യവും നമ്മൾ സാധന ആചരിക്കേണ്ട ഒരു പ്രക്രിയയാണ്. അതാണ് ധാരണ, 6ാമത്തെ അംഗമായിട്ടുള്ള ധാരണ. ഇനി 7ാമത്തെ അംഗം ധ്യാനം. ധ്യാനം എന്താണെന്ന് മനസ്സിലാക്കാം. ധ്യാനം ജീവാത്മനോ പരമാത്മന ചിന്തനം ധ്യാനം. ജീവാത്മാവിൻ്റെ പരമാത്മാവിങ്കലുള്ള ചിന്തയെയാണ് ധ്യാനം എന്ന് പറയുന്നത്. അതായത് ജീവാത്മാവ് നിരന്തരം പരമാത്മാവിനെ കുറിച്ചുള്ള ചിന്ത,
അതാണ് ജീവാത്മാവിൻ്റെ നിരന്തരമുള്ള പരമാത്മാവിനെ പറ്റിയുള്ള ചിന്ത. അതാണ് ധ്യാനം എന്ന് പറയുന്നത്. ഈ ധ്യാനം 2 തരത്തിലാണ് ഉള്ളത്. നിഷ്കലം, സകലം. നിഷ്കലം എന്ന് പറയുന്നത് ദേവൈരപ്യനഭിലക്ഷ്യം അദൃശ്യം സ്യാത്. ദേവന്മാരാൽ പോലും ലക്ഷ്യപ്പെടാൻ, മനസ്സിലാക്കാൻ സാധിക്കാത്തതും അദൃശ്യവും ആണ് നിഷ്കലം. സകലം എന്ന് പറയുന്നത് 2 രീതിയിൽ: സഗുണം, നിർഗുണം. അതിൽ നിർഗുണം നിഷ്കല സ്വഭാവ. നിർഗുണം എന്ന് പറയുന്നത് നിഷ്കല സ്വഭാവത്തോടു കൂടിയതാണ്. എന്ന് വച്ചാൽ പരമാത്മനോ അന്യത് ന കിഞ്ചിദസ്തീതി കാഷ്ഠേ അഗ്നിരിവ സർവം വ്യാപ്യ ആകാശോപമഃ സർവേഷാം ആത്മഗുഹായാം നിഹിതഃ അന്തർബഹിശ്ച സംസ്ഥിതോ ദൃശ്യാദൃശ്യസ്ഥൂലസൂക്ഷ്മഃ അമലഃ അത്യച്ഛഃ അപ്രമേയോ നിരവയവോ നിരുദ്യോഗോ നിത്യോ അചിന്യോ നിഷ്കലഃ. നിഷ്കലൻ എന്നുള്ളതിൻ്റെ വിശേഷണങ്ങളാണ് ഇത്രയും പറഞ്ഞത്. ഏതൊക്കെ നിർഗുണത്തെ പറ്റിയിട്ടാണ് പറഞ്ഞത്. നിർഗുണം എന്ന് പറയുന്നത് നിഷ്കല സ്വഭാവമാണ്. നിഷ്കലൻ എന്നുള്ളതിൻ്റെ വിശേഷണങ്ങളാണ് ഈ പറയുന്നത്. പരമാത്മനോ അന്യത് ന കിഞ്ചിദസ്തീതി. അതായത് ഈ പരമാത്മാവുമായിട്ട് ബന്ധപ്പെടാതെ, പരമാത്മാവിൽ നിന്ന് അന്യമായ അത് യാതൊന്നുമില്ല. ഈ പ്രപഞ്ചത്തിൽ പരമാത്മാവല്ലാത്ത, പരമാത്മാവിൽ നിന്നും വ്യത്യസ്തമായ യാതൊന്നുമില്ല എന്നത് മനസ്സിലാക്കുക. ഈ ധ്യാനിക്കുന്ന പ്രക്രിയയാണ് പറയുന്നത് പരമാത്മാവിൽ നിന്നും അന്യമായിട്ടുള്ളത് യാതൊന്നുമില്ല എന്ന് മനസ്സിലാക്കുക. ഏതുപോലെ? കാഷ്ഠേ അഗ്നിരിവ, വിറകിൽ തീയിനെ പോലെ. കാഷ്ഠേ അഗ്നിരിവ സർവം വ്യാപ്യ, വിറകിൽ തീയിനെ പോലെ എല്ലായിടത്തും വ്യാപിച്ച്, ആകാശോപമഃ, ആകാശത്തിനോട് ഉപമിക്കത്തക്കതായിട്ട് എന്ന് പറഞ്ഞാൽ, ആകാശം എന്ന് പറഞ്ഞാൽ എല്ലാ ദിക്കിലും സ്പേസ് എന്നർത്ഥം. ആകാശം എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഉള്ളതാണ് സ്പേസ്. എല്ലാ സ്ഥലത്തും ഉള്ളതായി എല്ലായിടത്തും വ്യാപിച്ച്, സർവേഷാം ആത്മഗുഹായാം നിഹിതഃ, എല്ലാ വസ്തുക്കളുടെയും ആത്മഗുഹയിൽ നിഹിതഃ ഇരുന്നിട്ട്, ഒളിച്ചിരുന്നിട്ട്, അല്ലെങ്കിൽ ആളുകൾ രഹസ്യമായിട്ടിരുന്നിട്ട്, അന്തർബഹിശ്ച സംസ്ഥിതഃ, അകത്തും പുറത്തും നിലനിന്നിട്ട്, ദൃശ്യാദൃശ്യ സ്ഥൂല സൂക്ഷ്മഃ, ദൃശ്യവും അദൃശ്യമായിരുന്നിട്ട്, അദൃശ്യമായിരുന്നിട്ട്, സ്ഥൂലമായിരുന്നിട്ട്, സൂക്ഷ്മമായിരുന്നിട്ട്, അമലഃ, യാതൊരു മലങ്ങളോടും യാതൊരു മാലിന്യങ്ങളോടും കൂടാതെ, അത്യച്ഛഃ, അത്യന്തം നിർമ്മലനായിട്ട്, അപ്രമേയോ, അപ്രമേയം എന്ന് പറഞ്ഞാൽ അളക്കാൻ സാധിക്കാത്തവനായിട്ട്, നിരവയവോ, അവയവങ്ങളോട് കൂടാത്തവനായിട്ട്. അവയവങ്ങളോട് കൂടിയത് എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ആയി എന്നർത്ഥം. അവയവങ്ങളോട് കൂടാത്തത് എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ്, അളക്കാൻ സാധിക്കാത്ത. നിരുദ്യോഗോ, ഉദ്യോഗത്തോട് കൂടാത്ത. നിത്യോ, നിത്യനായിട്ടുള്ള. അചിന്ത്യ എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ സാധിക്കാത്തത്. അതായത് നമുക്ക് ചിന്തിക്കാൻ സാധിക്കണമെങ്കിൽ അത് പരിമിതമായിരിക്കണം. അപ്പോൾ അപരിമിതമായതുകൊണ്ട് അത് അചിന്ത്യമാണ്. നിഷ്കലഃ, ഇത്രയുമാണ് നിഷ്കലൻ. നിഷ്കലൻ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നവൻ. ഇതാണ് നിഷ്കലൻ. തമേവ, ഈ നിഷ്കലനെ തന്നെയാണ് പ്രാണായാമ പ്രത്യാഹാര ധാരണാത് ആത്മസംസ്കാരം കൃത്വ. പ്രാണായാമ പ്രത്യാഹാര ധാരണാത്, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ എന്നീ പ്രക്രിയകളിലൂടെ ആത്മസംസ്കാരം കൃത്വ, ആത്മസംസ്കാരത്തെ ചെയ്തിട്ട്, അതായത് നമ്മൾ ജീവൻ ആത്മസംസ്കാരത്തെ ഈ പ്രാണായാമ പ്രത്യാഹാര ധാരണാദികളിലൂടെ സംസ്കരിച്ചിട്ട് ശുദ്ധമാക്കിയിട്ട്, ആത്മന പശ്യേത്, അവനവനെ കൊണ്ട് തന്നെ കാണുക. ഇതാണ് ഒരു തരത്തിലുള്ള ധ്യാനം. ഇതാണ് നിഷ്കലം, നിർഗുണമായിട്ടുള്ള ധ്യാനം. അതായത് എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന
നാരായണമൂർത്തി അല്ലെങ്കിൽ വിഷ്ണുവിനെ കാണുക എന്നർത്ഥം. അതിനുള്ള വിശേഷണങ്ങളും വിശദീകരണങ്ങളുമാണ് ഇപ്പോൾ പറഞ്ഞത്. ഇത്രയുമാണ് നിർഗുണ ധ്യാനം അല്ലെങ്കിൽ നിഷ്കല ധ്യാനം. ഇനി സകല ധ്യാനം, സഗുണ ധ്യാനം എന്താണ് എന്നുള്ളത് 4 രീതിയിലാണ് വിമാനാർച്ചനാകൽപ്പത്തിൽ പറഞ്ഞിട്ടുള്ളത്. അത് സഗുണ ധ്യാനം എങ്ങനെ ചെയ്യണം എന്നുള്ളത് വളരെ വിശദീകരിച്ച് ഈ ഗ്രന്ഥത്തിൽ ഒരു പ്രക്രിയ പോലെ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ പറഞ്ഞ് അത് മനസ്സിലാക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്, അതൊരു പ്രക്രിയയാണ്. എങ്ങനെയാണ് സഗുണത്തിനെ ധ്യാനിക്കേണ്ടത്, സഗുണമായി ധ്യാനിക്കേണ്ടത്, അതൊരു യോഗ പ്രക്രിയയാണ്. അത് ഗ്രന്ഥം നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പം ഇങ്ങനെയാണ് ധ്യാനം. ഇനി അവസാനത്തേതും 8ാമത്തേതുമായിട്ടുള്ള സമാധി എന്ന് പറയുന്ന അംഗം, ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സമാധി എന്ന് പറയുന്ന അംഗം. അതിൻ്റെ നിർവചനം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 100ാമത്തെ പടലത്തിലാണ് സമാധിയെ പറ്റിയിട്ട് വർണ്ണിച്ചിട്ടുള്ളത്. അതിലിങ്ങനെ പറയുന്നു, അഥാത സമാധി വക്ഷ്യേ. ഇനി സമാധി എന്ന പ്രക്രിയയെ പറ്റിയിട്ട് പറയാം. ജീവാത്മനഃ പരമാത്മനോ സമാവസ്ഥ സമാധി. ജീവാത്മാവിൻ്റെയും പരമാത്മാവിൻ്റെയും സമാനമായ അവസ്ഥ, സമാവസ്ഥയാണ് സമാധി എന്ന് പറയുന്നത്. യഥാ ഏതുപോലെയാണോ അനുഷ്ണോബലം ആദിത്യദർശനാത് ഉഷ്ണത്വം ആശ്രിതം ഇവ തഥാ പരമാത്മദർശനാത് പ്രത്യഗാത്മാ നിത്യശുദ്ധ ബുദ്ധ മുക്തസ്വഭാവ പരമാനന്ദമയത്വം പ്രാപ്യ പരമാത്മാനം നാരായണം സദാ പശ്യതി അനുഭവത്യേവ. എന്ന് വെച്ചാൽ ജീവാത്മാവിൻ്റെയും പരമാത്മാവിൻ്റെയും സമാവസ്ഥയാണ് സമാധി. ഏതുപോലെയാണ്? യഥാ അനുഷ്ണോബലം എന്ന് പറഞ്ഞാൽ ചൂടില്ലാത്ത ഒരു പാറ, അതിന് ഒട്ടും ചൂടില്ല, സാധാരണ അതിൻ്റെ ഒരു നിലയിൽ നിൽക്കുന്നു. ആദിത്യ ദർശന, അത് സൂര്യൻ്റെ ചൂടേറ്റാൽ ഉഷ്ണത്വം ആശ്രിതം ഇവ, ചൂടാകുന്നു. ഏതുപോലെയാണ് ഒരു പാറക്കെട്ട് സൂര്യപ്രകാശത്തിൻ്റെ ചൂട് കുറച്ച് നേരം ഏറ്റാൽ അത് വളരെ ചൂടാവുന്നു. അതുപോലെ പരമാത്മാവിൻ്റെ ദർശനം കൊണ്ട്, പരമാത്മാവിൻ്റെ അനുഭവം കൊണ്ട് പ്രത്യേകാത്മാ, ഓരോ ജീവാത്മാവും, അതായത് പരമാത്മാവിൻ്റെ സാമീപ്യം കൊണ്ട് അല്ലെങ്കിൽ പരമാത്മാവിൻ്റെ ഒരു സ്പർശം കൊണ്ട് ഓരോ ഈ ജീവാത്മാവും നിത്യശുദ്ധ ബുദ്ധ മുക്ത സ്വഭാവ എന്ന് പറഞ്ഞാൽ നിത്യശുദ്ധ സ്വഭാവ, പരമാത്മാവിൻ്റെ സ്വഭാവം നിത്യശുദ്ധ സ്വഭാവമാണ്. നിത്യശുദ്ധ സ്വഭാവം, നിത്യബുദ്ധ സ്വഭാവം, നിത്യവും ബോധത്തോടു കൂടിയ സ്വഭാവം, നിത്യമുക്ത സ്വഭാവം, യാതൊരു പരിമിതിയും കൂടാതെ സർവദാ നിത്യനായിക്കൊണ്ടിരിക്കുന്ന സ്വഭാവം. ഇതെല്ലാം പരമാത്മാവിൻ്റെ സ്വഭാവമാണ്. ഈ പരമാത്മാവിൻ്റെ ദർശനം കൊണ്ട് ജീവാത്മാവിന് ഈ പറയുന്ന എല്ലാ സ്വഭാവങ്ങളും കൈവരുന്നു. നിത്യശുദ്ധ ബുദ്ധ മുക്ത സ്വഭാവ പരമാനന്ദമയത്വം പ്രാപ്യ, ഈ പരമാത്മാവിൻ്റെ സ്പർശനം അല്ലെങ്കിൽ സാമീപ്യം കൊണ്ട് പരമാത്മാവിൻ്റെ സ്വഭാവങ്ങളായിട്ടുള്ള ഈ പറയുന്ന സ്വഭാവങ്ങളെല്ലാം പ്രാപിച്ചിട്ട് പരമാത്മാനം നാരായണം, പരമാത്മാവായ നാരായണനെ സദാ പശ്യതി, എല്ലായ്പ്പോഴും കാണുന്നു, എല്ലായ്പ്പോഴും അറിയുന്നു, അനുഭവതി, എല്ലായ്പ്പോഴും അനുഭവിക്കുന്നു. പരമാത്മാനം നാരായണം സദാ പശ്യത്തി അനുഭവത്യേവ, പരമാത്മാവായ നാരായണനെ എല്ലായ്പ്പോഴും കാണുകയും എല്ലായ്പ്പോഴും ദർശിക്കുകയും എല്ലായ്പ്പോഴും അനുഭവിക്കുകയും ചെയ്യുന്നു. അതായത് എല്ലായ്പ്പോഴും അറിയുന്നു എന്നർത്ഥം. ഇതാണ് സമാധി എന്ന് പറയുന്ന അംഗത്തിൽ, അവസാനത്തെ അംഗത്തിൻ്റെ ഡെഫിനിഷൻ. ഇനി അഷ്ടാംഗയോഗമാർഗേണ നിത്യം അണിമാദ്യ ഐശ്വര്യം ച പ്രാപ്നോതി. അപ്പോൾ നമ്മൾ ഈ അഷ്ടാംഗയോഗത്തെ പറ്റിയിട്ട് കേട്ടു. ഈ അഷ്ടാംഗയോഗത്തിൻ്റെ
പ്രവൃത്തി കൊണ്ട് അഷ്ടാംഗയോഗ മാർഗത്തിലൂടെ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് ഈ ഗ്രന്ഥത്തിൽ എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അഷ്ടാംഗയോഗ മാർഗേണ, അഷ്ടാംഗയോഗത്തിൻ്റെ അനുഷ്ഠാനം കൊണ്ട്, അഷ്ടാംഗയോഗ മാർഗത്താൽ നിത്യം അണിമാദ്യ ഐശ്വര്യം ച പ്രാപ്നോതി. അണിമാദ്യ ഐശ്വര്യങ്ങൾ, അണിമാദ്യ അഷ്ടൈശ്വര്യങ്ങളുണ്ട്. അണിമ, മഹിമ, ലഖിമ, ഗരിമ, ഈശിത്വം, വശിത്വം, പ്രാപ്തി, പ്രാകാമ്യം, ഇങ്ങനെ 8 ഐശ്വര്യം, അണിമാദി അഷ്ടൈശ്വര്യങ്ങളെ പ്രാപിക്കുന്നു. ജീവൻ മുക്തോ ഭവേത്, ജീവൻ മുക്തനും ആയിത്തീരുന്നു. അങ്ങനെ ഈ 2 ഫലങ്ങളാണ് ഈ അഷ്ടാംഗയോഗത്തിൻ്റെ അനുഷ്ഠാനം കൊണ്ട് നമുക്ക് സാധകന് സിദ്ധിക്കുന്നത്. ഇതാണ് വൈഖാനസത്തിലെ അഷ്ടാംഗയോഗം.